അങ്ങനെ രമ്യയും മനോജും കൂടി ടാക്സിക്കകത്ത് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ടാക്സിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ടാക്സിയുടെ പൈസ രമ്യയുടെ നിന്ന് മനോജ് വാങ്ങി. കാരണം മനോജിൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലെത്തി രമ്യയോട് മനോജ് പറഞ്ഞു, നീ അകത്തേക്ക് പോയിക്കോളൂ, ഞാൻ ടാക്സിയുടെ പൈസ അടച്ചിട്ട് അങ്ങോട്ട് വരാം. അങ്ങനെ ടാക്സിക്കാരന് പൈസ കൊടുത്ത് ബാലൻസ് വാങ്ങിയിട്ട് രമ്യയോട് മനോജ് പറഞ്ഞു, ഞാൻ ഒരു അത്യാവശ്യ കാര്യം, എനിക്ക് ഒരിടം വരെ പോകണം. അപ്പോൾ അവൾ തിരിച്ചു ചോദിച്ചു, ഇതിലും വലിയ അത്യാവശ്യം നിങ്ങൾക്ക് എന്താണുള്ളത്? അവൾക്ക് ദേഷ്യം വന്നു. അത്യാവശ്യമായിട്ട് അത്രയ്ക്ക് എമർജൻസി ആയതുകൊണ്ടാണ്, നീ അകത്തേക്ക് കയറുന്ന സമയം എടുക്കത്തോളൂ, ഞാൻ തിരികെ വരാം, അവൻ പറഞ്ഞു. അങ്ങനെ അവൾ അകത്തേക്ക് കയറി നേഴ്സിനോട് കാര്യം പറഞ്ഞു. നേഴ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡോക്ടറെ വിളിക്കാനായി പോയി. അപ്പോൾ അവൾക്ക് ഏകദേശം പ്രസവം അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നീക്കി. കൂടെ ആരുമില്ലേ എന്ന് ഇടയ്ക്ക് അവളോട് ചോദിച്ചു. ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡ് ഒരു എമർജൻസി കാര്യത്തിന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇതിലും വലിയ എമർജൻസി കാര്യം എന്താണ് ഭർത്താവിനുള്ളത്? ഡോക്ടർ ചോദിച്ചു. എന്തുവാണെന്ന് പറഞ്ഞില്ല, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അയാൾ വരേണ്ട സമയം അതിക്രമിച്ചപ്പോൾ അവൾക്ക് ടെൻഷനായി. കൂടെ വേറെ ആരുമില്ല. അവൾ അപ്പോൾ തന്നെ മാനേജറെ വിളിച്ചിട്ട് ഒരമ്മയെ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റി ചോദിച്ചു. അവർ ഏത് സമയവും റെഡിയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പറഞ്ഞു വിടുവോ? ഹസ്ബൻഡാണെങ്കിൽ ഒരു എമർജൻസി കേസ് വന്ന് ഹസ്ബൻഡ് ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ്. ഓ ശരി മോളെ, ഇപ്പോൾ പറഞ്ഞു വിടാമെന്ന് മാനേജർ പറഞ്ഞു. അങ്ങനെ ഏർപ്പാടാക്കിയ അമ്മയെ അപ്പോൾ തന്നെ ടാക്സി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു. ഹോസ്പിറ്റലിൽ ആ അമ്മ വന്നതിന് ശേഷമാണ് അവൾക്ക് സമാധാനമായത്. അതുവരെയും അവൾ ഒറ്റയ്ക്കായിരുന്നു. മനോജിനെ ഇനി പ്രതീക്ഷിക്കേണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി ഇങ്ങ് വരട്ടെ, ആട്ടി ഓടിക്കും ഞാൻ, അവൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. അങ്ങനെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി നടന്നു. അമ്മയുടെ ഹെൽപ്പ് അവൾക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഒരാളുടെ സഹായം അവൾക്ക് അത്യാവശ്യമായിരുന്നു താനും. ഉണ്ടായത് പെൺകുഞ്ഞാണ്. അവൾക്ക് സന്തോഷമായി. പെൺകുഞ്ഞിനെയായിരുന്നു അവൾ ആഗ്രഹിച്ചത്. ആദ്യത്തേത് ആൺകുഞ്ഞായിരുന്നപ്പോൾ രണ്ടാമതൊരു പെൺകുഞ്ഞിനെ വേണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് പെൺകുഞ്ഞിനെ കിട്ടി. മനോജിനെ അവൾ വിളിച്ചു നോക്കി, 2 ഡോസ് കൊടുക്കണമല്ലോ. ഒരു രക്ഷയുമില്ല. പിന്നെ അവൾ വിചാരിച്ചു, ഇനി വരുമല്ലോ കറങ്ങി തിരിഞ്ഞ്, അപ്പോൾ മുഖത്ത് നോക്കി 2 വർത്താനം പറയണം, ഇനി അയാളോടൊപ്പം ഒരു ജീവിതമില്ല, അവൾ ഉറപ്പിച്ചു. അങ്ങനെ അവളെ നോക്കാൻ വന്ന അമ്മ അവളെ പതിയെ ബെഡിലേക്ക് കൊണ്ടിരുത്തി. അതിനുശേഷം കുഞ്ഞിനെയും അടുത്ത് കൊണ്ട് കിടത്തി. അങ്ങനെ സുഖപ്രസവമായിരുന്നു. എല്ലാം നന്നായിട്ട് പോയി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാം. അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യുന്നത് കൊണ്ട് അവൾ ഒരുപാട് പറഞ്ഞില്ല. പിന്നെ ESM കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മെഡിസിനും കാര്യങ്ങൾക്കും ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ആ കാര്യങ്ങളിലൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഒരാളിൻ്റെ കുറവുണ്ടായിരുന്നു. ആ ആളിൻ്റെ കുറവ് മാനേജർ ഇടപെട്ടത് കൊണ്ട് അതും ഓക്കെ ആയി. ഇനി പേടിക്കാനൊന്നും തന്നെ ഇല്ല. 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം. ഈ അമ്മ വീട്ടിലേക്കും വരാൻ തയ്യാറാണ്. പൈസ കൊടുക്കണം, അതൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്യാം, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. കാര്യങ്ങളാണല്ലോ വലുത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. ഇതുവരെയും മനോജിൻ്റെ കോളോ മനോജ് കാണാനോ വന്നിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് ഒരു ടാക്സി ഏർപ്പാടാക്കി. അമ്മയും അവളും കുഞ്ഞും കൂടി വീട്ടിലേക്ക് പോയി. അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മാനേജറുടെ നിർദ്ദേശപ്രകാരം ഈ അമ്മ ചെയ്തു കൊടുത്തു. മനോജ് വരാത്തതും കാണാത്തതിൻ്റെ പേരിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഒരു എമർജൻസി ഘട്ടമായപ്പോൾ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഇനി ഇപ്പോഴെങ്കിലും വരുമെന്നും തോന്നുന്നില്ല. പണ്ടേ ഇവനുള്ള സ്വഭാവം അവൾക്ക് അറിയാമായിരുന്നുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ 2 വർത്താനം പറഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയണമെന്ന് അവൾക്ക് തോന്നി. കാര്യം ഞാൻ വാടക കൊടുക്കുന്ന വീടാണ്, ഒരു സഹായവുമില്ല, ഒരു ഉപകാരവുമില്ലാതെ ഇവിടെ വെറുതെ കയറി കിടക്കേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ നിന്ന് ഇറക്കി എന്തായാലും വിടണം, അവൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. മനോജ് വന്നതേയില്ല. അവൾക്ക് ജോലിക്ക് പോവുകയും വേണം. അവൾ എവിടെയെങ്കിലും ഡേ കെയർ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് ജോലിക്ക് പോകാനായിരുന്നു അവളുടെ ഉദ്ദേശം. അങ്ങനെ മാനേജറുടെയും സഹപ്രവർത്തകരുടെയും സഹായത്തോടെ തുണിക്കടയുടെ അടുത്ത് തന്നെ ഒരു ഡേ കെയർ അവൾ കണ്ടുപിടിച്ചു. അങ്ങനെ ടൈം ക്രമപ്പെടുത്തി കുഞ്ഞിനെ അവിടെ ആക്കി. അതിനുശേഷം ജോലിക്ക് കയറാമെന്നുള്ള രീതിയിലെല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് അവൾ ഡേ കെയറിലാക്കി. അതിനുശേഷം ജോലിക്ക് കയറും. അവൾ വീടൊഴിയാൻ തീരുമാനിച്ചു. കാരണം ഇനി ആ വീടിൻ്റെ ആവശ്യമില്ല. തനിക്കും കുഞ്ഞിനും ഹോസ്റ്റലിൽ സൗകര്യമൊരുക്കാമെന്ന് കമ്പനിക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ താൻ എന്തിനാണ് ഒറ്റയ്ക്കൊരു വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നത്? അങ്ങനെ വീടൊഴിഞ്ഞ് ആ അഡ്വാൻസ് പൈസ വാങ്ങിച്ച് അവൾ ബാങ്കിലിട്ടു. അതിനുശേഷം ഹോസ്റ്റലിലേക്ക് മാറി. കുഞ്ഞിനെ ഡേ കെയറിൽ കൊണ്ടാക്കും. അതിനുശേഷം കുഞ്ഞിനെ എടുത്ത് ഹോസ്റ്റലിലേക്ക് പോകും. പിന്നെ ഹോസ്റ്റലിലെ റൂംമേറ്റ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സഹായമാണ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു അവൾ. ഒരു ദിവസം മനോജിൻ്റെ കോൾ അവളുടെ ഫോണിൽ വരുന്നു. അത് കണ്ടതും അവൾക്ക് എന്തെന്നില്ലാത്ത അരിശം തോന്നി. അവൾ കോൾ കട്ട് ചെയ്ത് വിട്ടു. വീണ്ടും കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഫോൺ എടുത്തിട്ട് തനിക്ക് എന്ത് വേണമെന്ന് ദേഷ്യത്തിൽ ചോദിച്ചു. അത് എനിക്ക് അന്ന് ഒരു എമർജൻസി ഘട്ടം വന്നതുകൊണ്ടാണ് എനിക്ക് അവിടെ നിന്ന് പോകേണ്ട വന്നത്. അവൻ പറയുന്നതിൽ വെക്കുന്നുണ്ടായിരുന്നു.
അടുത്ത ഉടായ്പുമായി വരുവാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി എന്നെയും തിരക്കി വരരുത്, എൻ്റെ കൊച്ചിനെയും തിരക്കി വരരുത്, എനിക്ക് നിങ്ങളെ ഇനി കാണണ്ട. അവൾ ഉറപ്പിച്ച് പറഞ്ഞു. അതല്ല, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സംസാരിച്ച് കേട്ടിടത്തോളം മതിയായി. ഇനി എനിക്കൊന്നും പറയാനുമില്ല, കേൾക്കാനുമില്ല. ഇനി എന്നെ ശല്യപ്പെടുത്താനായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പേരിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ബന്ധം ഒഴിഞ്ഞു തന്നാൽ മതി. എനിക്ക് നിങ്ങളോടൊപ്പം ഇനി ഈ ജന്മം ജീവിക്കണ്ട. അവൾ തറപ്പിച്ച് പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. കാരണം വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം മനോജിനുണ്ടെന്ന് അവൾക്കറിയാം. അങ്ങനെ അവൾ ജോലിയിൽ തുടരുകയായിരുന്നു. ജോലി തുടർന്നതിൽ അവളുടെ മനസ്സ് മുഴുവൻ ടെൻഷനായിരുന്നു. സമാധാനത്തോടെ ജീവിക്കാനും അയാൾ സമ്മതിക്കില്ല. ഇത്രയും നാളും അയാളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല. പ്രസവ സമയത്ത് പോലും തന്നെ ആ ഒരവസ്ഥയിൽ ഉപേക്ഷിച്ച് പോയ ആൾ മനുഷ്യനല്ല. ആ അവസ്ഥയിൽ പോലും ഉപേക്ഷിച്ച് പോയിട്ട് വീണ്ടും വന്നിരിക്കുന്നു. നാണമുണ്ടോ ഇയാൾക്ക്? അവൾക്ക് മൂഡ് അപ്പോൾ തന്നെ ചേഞ്ചായി. ഭയങ്കരമായ ദേഷ്യം അവൾക്ക് തോന്നുകയായിരുന്നു. ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്താലോ എന്ന് ആലോചിച്ചു. അവൾ ഇപ്പോഴും കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി പോവുകയാണ്. സഹപ്രവർത്തകരോടൊക്കെ ചെറുതായിട്ട് കാര്യം പറയാമെന്ന് അവൾ വിചാരിച്ചു. തന്നെ നെഗറ്റീവാക്കുന്ന രീതിയിലല്ലാതെ ഉള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് അവൾ ഉറപ്പിച്ചു. കാര്യം വീണ്ടും ഭർത്താവെന്നും പറഞ്ഞ് ഇയാൾ വരുമ്പോൾ മറ്റുള്ളവർ സഹതാപം കാണിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യം ഇനിയില്ല. അങ്ങനെ അവൾ ജോലിയെല്ലാം കഴിഞ്ഞു ഹോസ്റ്റലിലേക്ക് പോയി ഫ്രഷായി കുഞ്ഞിൻ്റെ കാര്യങ്ങളുമൊക്കെ നോക്കി. അപ്പോൾ റൂംമേറ്റ്സിനോട് അവൾ പറഞ്ഞു, എന്നെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? എന്ത് പറ്റി ഇപ്പോൾ പെട്ടെന്ന്? റൂംമേറ്റ് ചോദിച്ചു. അതല്ല, ഞാൻ ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്താണ് ഇവിടെ വരെ വന്നെത്തി നിൽക്കുന്നത്. കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട്, പിന്നെ കുറച്ചൊക്കെ അല്ലാതെയും തെറ്റുകൾ സംഭവിച്ചതാണ്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ്? തുറന്ന് പറയൂ, എന്താണെങ്കിലും തുറന്ന് പറയൂ. നമ്മൾ ഒരാളോട് ഒരു പ്രശ്നം ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനം കിട്ടത്തുള്ളൂ. അവർ അവൾക്ക് ധൈര്യം കൊടുത്തു. അങ്ങനെ അവളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലാത്ത രീതിയിൽ അവൾ ഏറെക്കുറെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. കൂടുതലും മനോജിൻ്റെ തെറ്റുകളെക്കുറിച്ചാണ് അവൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ അന്നേ അങ്ങ് ഉപേക്ഷിച്ചാൽ പോരായിരുന്നോ? എന്തിനാണ് ഇയാളെ വീണ്ടും കൂടെ ജീവിപ്പിച്ചത്? ഇവരെങ്ങും ഒരിക്കലും നന്നാവത്തില്ല, ഒരിക്കലും നന്നാവുന്ന ആൾക്കാരുമല്ല. കൂടെയുള്ള റൂംമേറ്റ് പറഞ്ഞു. ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ, ഇനി എനിക്ക് പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം ഇതുവരെ തന്നിട്ടില്ല. എൻ്റെ സ്വർണവും എല്ലാം പോയി. ഇപ്പോൾ അതാണ്ട് പ്രസവത്തിന് ആശുപത്രി കൊണ്ടുവന്നാക്കിയിട്ട് സ്ഥലം വിട്ടതാണ്. ഇപ്പോൾ വീണ്ടും വിളിക്കുന്നു, സംസാരിക്കാനുണ്ടെന്ന്, പ്രശ്നം പരിഹരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു. ഇനി ഒരു കാരണവശാലും ഒരടുപ്പത്തിനും പോകണ്ട, കൂട്ടുകാരി പറഞ്ഞു. ഇല്ല, ഞാൻ ഡിവോഴ്സിന് കൊടുക്കാൻ പോവുക, അവൾ പറഞ്ഞു. അങ്ങനെ ചർച്ചകളൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് അവർ കിടന്നു. പിറ്റേന്ന് രമ്യ ഷോപ്പിൽ നിൽക്കുമ്പോൾ അതാ നിൽക്കുന്നു മനോജ് മുമ്പിൽ. അവൾക്ക് ശരീരം വിറച്ച് വന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.